ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. വയക്കര ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന വയക്കര ഫെസ്റ്റിൽ കലാസാംസ്കാരിക പരിപാടികൾക്കൊപ്പം കണ്ണഞ്ചിപ്പിക്കുന്നതും മനം കുളിർപ്പിക്കുന്നതുമായ നിരവധി ഐറ്റം സ്റ്റേഡിയം കൈയടക്കുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും പുത്തൻ അനുഭവം നൽകിക്കൊണ്ട് കാഴ്ചക്കാരുടെ കരൾ കുളിർപ്പിക്കുന്ന ആമസോൺ പെറ്റ് ഷോയും ഇന്ത്യക്ക് പുറത്തുള്ള വിവിധതരം വർണ്ണമനോഹരങ്ങളായ പക്ഷികളും ജീവജാലങ്ങളും കാണികളെ അത്ഭുത പരതന്ത്രരാക്കുന്നു. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള സാധനങ്ങളല്ല, സാധാരണക്കാര് എല്ലാരും ഓന്ത് എന്ന് പറയും നമ്മുടെ നാട്ടുമ്പുറത്തുള്ളവര്. ഇത് ഓന്തല്ല, മെക്സിക്കൻകാരനാണ് ഇവൻ. ഇത് നമ്മുടെ കൂടുതലുള്ള ചെറിയ ആൾക്കാര്. ഇവന്റെ വലിയതാണ്. ഇത് തൊട്ടപ്പുറത്തുണ്ട്. നമ്മളെ കാണികൾക്ക് കാണാനുള്ള ഒരു അവസരമാണ് ഈ കാണുന്നത്. ഇത് അർജന്റീന ടെഗു എന്ന് പറയും. നമ്മുടെ നാട്ടിലുള്ളവർ ഇതിനെ ഉടുമ്പ് എന്ന് പറയും. പക്ഷെ നമ്മുടെ നാട്ടുമ്പുറത്തുള്ളവര് സാധാരണ കാട്ടിൽ കാണുന്ന ജീവികളല്ല. ഇവന് ശരിക്കും ഇതല്ല. ഇവനങ്ങനെ കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ടാവും. നമ്മുടെ ജനങ്ങൾക്ക് ഇതിനോട് എന്താണെന്നുള്ളത് അവരോട് ചോദിക്കാം. നിങ്ങൾക്ക് ഇതിനോട് കണ്ടിട്ട് പേടി തോന്നുന്നുണ്ടോ? നമ്മുടെ നാട്ടിലുള്ളവര് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഓരോ കുഞ്ഞു പാമ്പിനെയും പഴുതാരെയൊക്കെ കണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അതിലൂടെ ഇതൊരു പരിശീലനമാണ് അവർക്ക് ഇത് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ എന്താ പറയാ, പ്രായമൊന്നും ഇല്ല ഇതിനകത്ത് ആർക്കും തന്നെ. പക്ഷെ നമ്മളൊരു പരിശീലനം കൊടുക്കുന്നുണ്ട് ഇതിനകത്ത്. ഇത് കണ്ടു പോകുന്നതും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മക്കളെ പോലെ തന്നെയാണ് ഇവരെ നമ്മൾ വളർത്തുന്നത്. പേടിക്കാനൊന്നുമില്ല. ചെറുതൊക്കെ തൊട്ടോ അർജന്റീന ടെഗു എന്ന് പറയും. അതായത് കുട്ടികൾക്ക് ധൈര്യം നൽകുക എന്നാണ് നമ്മുടെ മെയിൻ. നമ്മൾ ഇങ്ങനത്തെ ഒരു ഷോയും കൊണ്ടുണ്ടാകുന്ന ഒരു പ്രയോജനം. ചെറിയ മക്കൾക്ക് ധൈര്യം ഉണ്ടോ ഇല്ലയോ മോള് ജസ്റ്റ് കൊടുക്കും. പേടിക്കണ്ട, പേടിക്കാനുള്ളതൊന്നും അല്ല. നിങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനത്തെ ഒരു എക്സിബിഷൻ കൊണ്ടുവരും, നിങ്ങൾക്ക് ധൈര്യം കിട്ടാനാ. നമ്മള് ആമസോൺ അക്വാ പെറ്റ് ഷോ. ഓക്കെ, ഞാൻ ബാക്കിയുള്ള കാണിച്ചു തരാം. സോറിടാ. ഗ്രേ പാരറ്റ്. ഇവൻ കുറച്ച് സംസാരിക്കും. അവന്റേതായ ഇതിൽ കുക്കു എന്ന് പറയും. ഞങ്ങൾ ഇത് കുക്കു എന്നാ വിളിക്കുക. ഇവനങ്ങനെ എല്ലാവരുടെ കയ്യിൽ അങ്ങനെ പോവാറില്ല. ഒരു വിധപ്പെട്ട ആൾക്കാരിൽ മാത്രമേ പോവാറുള്ളൂ. മക്കാവോ കാണിച്ചു തരാം. ഇത് മക്കാവോ. എന്താ പേര്? മക്കാവോ. ഞങ്ങള് ഇതിനെ ഇരുത്തുന്നത് സാധാരണ ഒരു കമ്പിയല്ല, ഞങ്ങൾ തന്നെ പണിതുണ്ടാക്കിയ ഓരോ സെറ്റിംഗ് ആണ് ഈ കാണുന്നത്. ഇതൊക്കെ ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ സെറ്റ് വർക്കാണ്. ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ സെറ്റ് വർക്കാണിത്. ഞങ്ങൾ ഇവർക്ക് കളിക്കാനും ഇവർക്ക് ഇത് സമയം ചെലവഴിക്കാനും ഉള്ള ഒരു സെറ്റ് വർക്ക്. കയ്യിലൊക്കെ ഇരിക്കും. ചെറിയ മക്കള് ചോദിക്കുന്നുണ്ട് കയ്യിൽ വന്നിരിക്കുമോ. ജസ്റ്റ് ഒന്ന് പാസ്സാവുകയാണ്. ഓക്കെ, അങ്ങനെ കുശുമ്പൊന്നുമില്ല. കാണികൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും. ഇവരെല്ലാം ഈ അധ്വാനത്തിൽ വന്നിട്ട് ഈ പക്ഷികളെ പരിചയപ്പെടുന്നതാണ്. ഇങ്ങനെ പരിചയപ്പെട്ടാൽ വേണ്ടി നമ്മുടെ സിസ്റ്ററുണ്ട്. സിസ്റ്ററിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എത്തൂല. എന്നെ ആടെ മുമ്പ് ഞാൻ കയറേണ്ടി വരും. എടുത്തോ? എത്തത്തില്ല, അതുകൊണ്ടല്ലേ. ഈ പാമ്പിന് എന്താ ഇതിന്റെ പേര് പറയുന്നത്? ആഫ്രിക്കൻ ബോൾ പൈത്തൻ. ഇതാണ് ഞങ്ങളുടെ പൈത്തൻ. ഇത് വിഷമുള്ള ഇനമാണോ? വിഷമുള്ള ഇനമല്ല. അല്ലല്ല, ഞങ്ങൾ പ്രാക്ടീസിൽ ചെറിയ കുട്ടിയുടെ കയ്യിൽ കൊടുക്കാറുണ്ട്. ഇന്ത്യയിലെ കാലാവസ്ഥയായിട്ട് ഇത് യോജിച്ചു പോകുന്നുണ്ട്. കാരണം ഞങ്ങൾ ഇതിനോട് സെറ്റ് ചെയ്തു. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. സ്ഥലങ്ങളിൽ പ്രശ്നമാണ്. ഇത് ചെറിയ എലിയാണ്, ചെറിയൊരു വെള്ള എലി. അതിന്റെ ഈ കൂട്ടിൽ തന്നെ ഉണ്ട്. ചെറിയ കുട്ടികൾക്ക് ജസ്റ്റ് ടച്ച് ചെയ്യുന്ന പേടിയുണ്ടോ നമുക്ക് നോക്കാം. മക്കളെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. ഒന്ന് തൊട്ട് നോക്കാം പാമ്പിന്റെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ. അതായത് ഓൾറെഡി നമ്മുടെ കേരളത്തിൽ പാമ്പിനെ കണ്ടുകഴിഞ്ഞാൽ വേഗം ഒരു വടി എടുത്ത് തല്ലിക്കൊല്ലും. ആ ഒരു കാലഘട്ടമാണ്
ഇത് ആ ഒരു ഇനമല്ല. നമ്മൾ അതായത് ഈ എക്സിബിഷനിൽ ഞങ്ങൾ കുട്ടികൾക്ക് ധൈര്യം കിട്ടുമോ എന്നുള്ളതാണ് നമ്മുടെ. അടിക്കൊന്നുമില്ല, ജസ്റ്റ് നോക്കട്ടെ. സാധാരണ പാമ്പിനെ കണ്ടുകഴിഞ്ഞാൽ നല്ല മിനുസമായിട്ട് തോന്നും. ഒരു വടി എടുത്ത് അടിക്കും. പക്ഷെ കുട്ടികൾ ഇതിന് ഒരു ധൈര്യം വേണം. നിങ്ങൾ പെൺകുട്ടികളല്ലേ, ധൈര്യം വേണ്ടേ? പേടിക്കാനുള്ളതൊന്നുമില്ല, പേടിക്കണ്ട. ജസ്റ്റ് പിന്നാലെ പോകരുത്. നമ്മൾ എന്തിനും ധൈര്യം വേണം. എക്സിബിഷനിൽ ധൈര്യം കിട്ടിയിട്ട് ചേട്ടാ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്ക്. ചേട്ടാ തൊട്ട് നോക്ക്. ഈ ചേട്ടന്റെ പേടിയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ബാക്കി നമ്മുടെ പ്രേക്ഷകരോട് ചോദിക്കാം നമ്മുടെ വർക്കിംഗ് കാര്യം എങ്ങനെയാണ്. പ്രേക്ഷകർ പറയാം. എത്തുന്നില്ല മോനെ. അത് നമ്മുടെ കൂടെ ഉള്ളതാണ്. അതിന്റെ ഓണറാ. ഞങ്ങൾ എന്താണ് അതിന്റെ ഓണർ. സംസാരിക്കും. മേലിൽ ഇതുപോലെ ഇതിൽ നന്നായിട്ട് തന്നെ പറ്റുന്നുള്ള ഇതാണുള്ളത്. ഇതിനെ കുറിച്ച് പൊതുവെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. നല്ല അഭിപ്രായം. ഭയങ്കര ഇതാണുള്ളത്. ഇത് കണ്ടപ്പോ തന്നെ നല്ല ഇതായി. നല്ലൊരു പക്ഷികൾക്ക് ആ സമയം കൂട്ടിയിടുന്നില്ല, പറന്ന് സഞ്ചരിക്കാം, നമുക്ക് കൈ കൊണ്ട് പിടിക്കാം. നല്ലൊരു അനുഭവം തന്നെ. ഓക്കെ, ബസ്സിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. അതെ അതെ, നല്ല ഇന്നൊരു നല്ല നാടകമുണ്ട്. അതെ അതെ. ഓക്കെ, ശരി. ഇപ്പൊ ഈ വിഷയത്തിൽ ഇൻട്രസ്റ്റ് ആവാനുള്ള കാരണം എന്താണ്? ഈ വിഷയത്തിൽ ഇൻട്രസ്റ്റ് വന്നാൽ കൊച്ചിലെ തൊട്ടേ അതായിരുന്നു തൊഴിൽ. കൊച്ചിലെ പ്രാവിനെ വളർത്തി, അങ്ങനെ കിളിയെ വളർത്തി, പിന്നെ അതിന് ഇൻട്രസ്റ്റ് വാങ്ങി. ആദ്യമായിട്ട് പെട്സോ നമ്മളാ ചെയ്തു തുടങ്ങി. അതിനിടയ്ക്ക് സാറിന്റെ പേരെന്താണ്? എന്റെ പേര് ഷാജഹാൻ. എവിടെ വീട് എവിടെയാണ്? സ്ഥലം കായംകുളം. അപ്പം പിന്നെ ഫ്രണ്ട്സുകളൊക്കെ? അതെന്റെ പാർട്ട്ണർ, ഇതെന്റെ പാർട്ട്ണർ. നിങ്ങൾ ഗ്യാങ് ആയിട്ടാണ് എല്ലാവരും സെറ്റായിട്ട് ചെയ്യുന്നതാണ്? എല്ലാ പിന്നെ സ്ഥലങ്ങളിലും പോകാറുണ്ട്? നമുക്ക് ഒരുപാട് സെറ്റ് ഉണ്ട്. അല്ല 6 സെറ്റ് ഉണ്ട്. 6 സെറ്റ്. നമ്മളാ ഇപ്പൊ മാടായിപ്പാറയൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന. അതെ. അപ്പം എല്ലാ സെറ്റിലേക്കും നമുക്കുള്ള പക്ഷികളും ഉണ്ട്. ഓക്കെ, താങ്ക് യു. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.